വെൽക്കം ടു ഗീത നായസ് കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് പൂരി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കും ഇത്രയും കുറച്ച് ആട്ട എടുത്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് ആട്ട കുഴച്ച ഇരിപ്പുണ്ട്, അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കണം. അന്നേരം ഇത്രയും കുറച്ച് ആട്ട എടുത്ത്. എന്നാൽ നമുക്ക് തുടങ്ങാം. പൂരി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത് കുറച്ച് ആട്ടയുള്ളത് കൊണ്ട് ഞാനൊരു അര ടീസ്പൂൺ ഓയിൽ എടുത്തേക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിതിൽ സൺഫ്ലവർ ഓയിലാണ് ഇതിൽ ഒഴിച്ചേക്കുന്നത്. പിന്നെ ശകലം ഉപ്പ്, അത് ആവശ്യാനുസരണം, അതിനൊരു കണക്കില്ല. ഇതൊന്ന് കുഴയ്ക്കണം. ഞാൻ ഈ ഒരു ബൗളിനാണ് ഈ ആട്ട എടുത്തേക്കുന്നത്. ഈ ഒരു ബൗളിൽ ആട്ടയാണ്, ഒറ്റ ബൗൾ ആട്ടയാണ്. അതിൽ തന്നെയാണ് ഞാൻ വെള്ളം എടുത്തേക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം എത്രയാണെന്ന് ഇത് കുഴിച്ച് കഴിയുമ്പോൾ എനിക്ക് പറയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അതിൽ തന്നെ ഞാൻ വെള്ളം എടുത്തേക്കുന്നത്. പിന്നെ പൂരിക്ക് ആട്ട കുഴയ്ക്കുമ്പോൾ എപ്പോഴും ടൈറ്റ് ആയിരിക്കണം. ടൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിലും ടൈറ്റ് ആയിരിക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. ഇതിൻ്റെ നമ്മുടെ ആട്ട സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ കുഴച്ച് വേണം അത് സോഫ്റ്റ് ആക്കാൻ. വെള്ളം ഒഴിച്ചല്ല അത്രയും സോഫ്റ്റ് ആക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് വെള്ളം ഒരുപാട് ആകാനും പാടില്ല. ഞാൻ ഈ ഒരു ബൗളിൽ മൊത്തം ഫുള്ള് വെള്ളം എടുത്തതാണ്, അത് മൊത്തം ഇതിനകത്തിലൊഴിച്ചു. അത്രയായി ഇതിന്. പിന്നെ നിങ്ങൾ ആട്ട കുഴയ്ക്കുമ്പം ചില ആട്ടയാണെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ടി വരും, കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടി വരും. ചിലത് ഒത്തിരി സോഫ്റ്റ് ആയിരിക്കും. റെഡിമെയ്ഡ് ആട്ടയൊക്കെ വരുന്നത് ഒത്തിരി സോഫ്റ്റാണ്. ഞാൻ വീട്ടിൽ ഗോതമ്പ് പൊടിച്ചുണ്ടാക്കുന്നതാണ്. അന്നേരം ചില ബ്രാൻഡുകൾ ഒത്തിരി സോഫ്റ്റ് ആയിരിക്കും. അന്നേരം അത് വെള്ളം കുറച്ച് മതിയാവും. ഇത് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ശാല എണ്ണ ഇതിൽ തൂക്കാം. ഈ ആട്ട ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ. അടച്ചു വെക്കണം, ഉണങ്ങരുത് ആട്ട. അത് നമ്മൾ അരമണിക്കൂറത്തേക്ക് ആട്ട വെച്ചിട്ടുണ്ട്. അതിന് മുന്നായിട്ട് നമുക്ക് ഒരു പിന്നെ കുക്കമ്പർ കൊണ്ടുള്ള ഒരു റായ്ത്ത ഉണ്ടാക്കാം. അതിന് ഹിന്ദിയിലത്തെ റായ്ത്ത എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ തൈരിനകത്ത് നമുക്ക് ഇതിട്ടുണ്ടാക്കുന്നതിന് ഇതിന് പിന്നെ ഹിന്ദിയിൽ കീര എന്നാണ് പറയുന്നത്. ഇവിടെ സലാഡ് വെള്ളരി എന്നൊക്കെ പറയും. ഞാൻ തൊലി കളിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്കിതിങ്ങനെ എടുക്കാം. പൂരിയുടെ കൂടെ കഴിക്കാനുള്ളൊരു റെസിപ്പി നേരത്തെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്കായും സവാളയും കൂടെ ഉള്ള ഒരു റെസിപ്പി, നല്ല റെസിപ്പിയാണ് അത്. പൂരിയുടെ കൂടെ ഒക്കെ ഒത്തിരി നല്ലതാണ്. ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒത്തിരി ലെങ്തി ആയി പോകും. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തീരുമല്ലോ, അതുകൊണ്ടാണ് ഇതെടുത്തത്. അതിന് ഹിന്ദി പറയുന്നത് ഭിണ്ടി ദോ പ്യാജ എന്നാണ്. നോർത്ത് ഇന്ത്യൻസിൻ്റെ സമ്മറിൽ ഏറ്റവും വലിയ അവരുടെ ശരീരം തണുക്കുന്നതിന് വേണ്ടി അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ കീര, കക്കിടി, തണ്ണിമത്തൻ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ റൊട്ടിയുടെ കൂടെ ആണെങ്കിലും നല്ലതാണ്. ചോറിൻ്റെ കൂടെ ഉപയോഗിക്കും. ഒത്തിരി നല്ലതാണ് ഇത്. വളരെ എളുപ്പം ഉണ്ടാക്കാവുന്നതല്ലേ.
നിങ്ങൾ ആ വെണ്ടയ്ക്കായും സവാളയും കൂടെ ഉള്ള പിന്നെ വെജിറ്റബിൾ ഉണ്ടാക്കിയതൊന്ന് കാണണം. ഒത്തിരി ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അത്. ഇനി ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. തൈര് ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് പെട്ടെന്ന് എടുക്കാം. ഇത് മത്തുമൊന്നും എടുക്കാതെ ഞാൻ ഇതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ യൂസായി കിട്ടും. കണ്ടില്ലേ? നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇത്. ഇതിനകത്ത് ശകലം ഉപ്പിടണം. അര ടീസ്പൂൺ പഞ്ചസാര. എന്നിട്ട് നല്ലപോലെ ഒന്ന് കലക്കുക. ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കീര, സലാഡ് വെള്ളരി ഇതിലോട്ട് ഇടുക. വീണ്ടും ഇളക്കുക. ഇതിൻ്റെ മുകളിലൂടെ ജീരകം വറുത്ത് പൊടിച്ചത്, കുരുമുളക് പൊടി, ഒന്നുണ്ടാക്കി നോക്കിയാൽ ഉഗ്രനായിരിക്കും ഇത്. നമ്മുടെ ആട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയ ഇങ്ങനെ എടുത്തിട്ട് സിലിണ്ടർ പരുവത്തിൽ ഇങ്ങനെ എടുത്തിട്ട് കുറേശ്ശെ ആട്ട, ഒരു വലിയ നെല്ലിക്കയുടെ അത്രയും, നാരങ്ങയുടെ അത്രയില്ല, നെല്ലിക്കയുടെ അത്രയും ആട്ട എടുത്ത് ഇങ്ങനെ ഉരുളകളാക്കി മാറ്റും. ഇച്ചിരി എണ്ണ പരട്ടി വയ്ക്കണം. ഇത് ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പലകയാണോ കല്ലാണോ ഏത് സർഫേസിലാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ലപോലെ ഓയിൽ തേക്കണം. ഈ ഉണ്ടാക്കുന്ന തടിയിലും നല്ലപോലെ തേയിലക്ക് ഓയിൽ പുരട്ടണം. ഹിന്ദി പറയുന്നത് ബേലൻ എന്നാ. ആദ്യം പിന്നെ പൂരി ഉണ്ടാക്കുന്നതിനായിട്ട് പൂരി എല്ലാം ഉണ്ടാക്കിയിട്ട് പിന്നെ ചീനച്ചട്ടിയിൽ ഇട്ടാൽ മതി. ആദ്യം നമുക്ക് ഇത് വേല് ചെയ്യാം. സെൻട്രലിൽ ഒത്തിരി പ്രഷർ കൊടുക്കണ്ട, സൈഡ് വണ്ണം കൂടരുത്. സൈഡെല്ലാം ഒരേ പിന്നെ കട്ടിയായിരിക്കണം. പ്രഷർ ഒരിക്കലും സെൻറ്ററിൽ കൊടുക്കരുത്, സൈഡിൽ ഈക്വൽ ആയിരിക്കണം.
ഇത് ഇതിനായിട്ടൊരു തിയറി ഇല്ല. എങ്ങനെ അത് നിങ്ങളുടെ പ്രാക്ടീസാണ്. ആര് പിന്നെ ചപ്പാത്തി ആണേലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രാക്ടീസിലാണ് വരുന്നത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരി, തന്നെത്താനായിക്കോളും. നമ്മൾ പൂരി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗ്യാസ് ഓൺ ചെയ്യാം. എണ്ണ ചൂടായിട്ട് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാം. ശകലം ആട്ട ഇതിനകത്തിലോട്ട് ഇട്ടുമ്പോൾ അത് പൊങ്ങി വരുവാണെങ്കിൽ ചൂടായി. ചൂടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇടണം. ഗ്യാസ് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് പൂരി ഇടുക. ചെറിയ യെല്ലോ കളറാകുമ്പോൾ എടുക്കണം. നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ട്. പൂരി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കരുത്. ഉണ്ടാക്കുന്ന മാവിന് ഉണ്ടാക്കി കഴിയുമ്പോൾ ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിന് പിന്നെ ക്രാക്ക് കാണാൻ പാടില്ല. പിന്നെ അങ്ങനെ ആകുമ്പോൾ നല്ലപോലെ നമ്മൾ കുഴച്ച് സോഫ്റ്റ് ആക്കണം. എന്നും വിചാരിച്ചുകൊണ്ട് ഒരുപാട് ഹാർഡായിട്ടുണ്ടെങ്കിലും ശരിയാകത്തില്ല. പിന്നെ സൈഡ് പരത്തുന്ന സമയത്താണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ സൈഡിൽ പ്രഷർ കൊടുത്താൽ ഇത് പരത്തുന്നത്. പക്ഷേ പൂരിക്ക് അങ്ങനെയല്ല. പിന്നെ ചപ്പാത്തിക്ക് നമ്മൾ സെൻറ്ററിൽ നല്ലപോലെ പ്രഷർ കൊടുത്തല്ലേ പരത്തുന്നത്. പൂരിക്ക് അങ്ങനെയല്ല. സൈഡെല്ലാം ഒരേപോലെ ആയിരിക്കണം. എന്നെങ്കിലേ പൂരി നല്ലപോലെ ഇങ്ങനെ പൊങ്ങി വരത്തുള്ളൂ. പിന്നെ ഇതിന് വേണ്ടി ഒരു തിയറി ഇല്ല. പിന്നെ പ്രാക്ടീസാണ്. നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്യുന്ന അത്രയും നല്ലപോലെ ആയിരിക്കും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, അത് ശരിയാകും. പിന്നെ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.